ഇന്ന് നമുക്ക് കോമഡി പീസുകളുടെ കോമഡിയൊക്കെ ഒന്ന് കേൾക്കാം. ബഷീർ പശി എന്തു പശിയാവട്ടെ. 2 ഭാര്യമാരെയും വെച്ചിട്ട് അവരൊത്തിരി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സുഹാനെ എല്ലാവർക്കും അറിയാം, അതുപോലെ മഷൂറായെ എല്ലാവർക്കും അറിയാം. സുഹാനെ കല്യാണം കഴിച്ചു, അവരെ പ്രണയ വിവാഹമായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ 2 കുട്ടികളുമായപ്പോൾ ബഷി വിചാരിച്ചു, ഇനിയൊന്ന് അടുത്തത് കൂടി കല്യാണം കഴിച്ചാലോ. ഇതിന് മുമ്പും വേറൊരു ഇതും നടന്നു. എന്താ പേര്, ശ്രേയ അയ്യരെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയായിട്ടും അതിനെ വീട്ടിലങ്ങാണ്ടേക്ക് എന്തോ ഇതിനൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെയും ഒത്തിരി ഇതൊക്കെ ആയി. അത് സുഹാന ഉള്ള സമയത്താണ് അങ്ങനെ നടക്കുന്നത്. ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതിന് നിവർത്തിയില്ലാത്തത് കൊണ്ട് അത് വലിഞ്ഞു. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ബഷീർ പശി അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തായിരുന്നു. ഈ ഇങ്ങനെ കല്യാണം കഴിക്കണവർ അവർ വിചാരിക്കുന്നത് നമുക്ക് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് കല്യാണം കഴിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാം. പിന്നെ ഇവർ ഒരുപാട് TV ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം പിന്നെ ഇവരെന്തോ യൂട്യൂബ് ചാനലങ്ങ് തുടങ്ങിയാണ്. ഇപ്പോൾ തന്നെ ഈ ബഷീർ വീട്ടിൽ തന്നെ എത്ര ചാനലുണ്ട്. മക്കൾക്ക് വരെ ചാനലുണ്ട്. കൊച്ചു മക്കൾക്കുണ്ട്, അതുപോലെ 2 ഭാര്യമാർക്കുണ്ട്, അതുപോലെ ബഷിക്കുണ്ട്. പിന്നെ അവരെ ബിസിനസ് ചാനലെന്നും പറഞ്ഞ് കുട്ടികൾക്കും അതുപോലെ ഇവർക്ക് എല്ലാവർക്കും ചാനൽ, ഏകദേശം ഒരുപാട് ചാനലുണ്ട്. അതിൽ നിന്നെല്ലാം അവർക്ക് നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. അതിൻ്റേതായ രീതിക്ക് അവരങ്ങ് കഴിഞ്ഞു പോവുകയാണ് 2 ഭാര്യമാരെയും വെച്ചിട്ട്. അപ്പോൾ അവർ കുറേ ന്യായങ്ങളൊക്കെ വന്നിരുന്ന് പറയുമായിരുന്നു. ഇതെങ്ങനെ സഹിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ, എന്നിട്ട് ഇത് ഹാപ്പി ആകാതെ എങ്ങനെ നിൽക്കുന്നു, അല്ലെ ഇതൊക്കെ എങ്ങനെ താങ്ങും എന്നൊക്കെ പറഞ്ഞു വരുന്ന കമന്റുകളൊക്കെ ഉണ്ടാവും എല്ലാ ആൾക്കാരും. അപ്പൊ ആ സമയത്തുള്ള ഒരു മൈൻഡ് ഫീൽ എങ്ങനെയാണ്? ലൈക്ക് എന്താ ആദ്യമൊക്കെ ചിലപ്പോൾ മണ്ടന്മാരാണ് ഇത് വായിച്ചിട്ട് ഏത് പൊട്ടനോ അല്ലെങ്കിൽ ഏത് മണ്ടനോ അല്ല, ഈ കമന്റ് ഇട്ടവരാണ്. അവരെ വീഡിയോയ്ക്ക് അടിയിലൊക്കെ വന്ന് കമൻ്റ് ഇടുന്നതാണ് പറഞ്ഞത്. ഈ കമൻ്റ് ഇടുന്നവന്മാർ പൊട്ടന്മാരാണ്, മന്ദബുദ്ധികളാണ്. അതായത് ഈ ബഷി രണ്ടാമത് സുഹാനെ നോക്കുന്നുണ്ട് എന്നാണ് പറയണത്. ഇനി ഈ വീഡിയോയിൽ കാണിക്കാനാണോ എന്തോ എന്നും അറിയാൻ വയ്യ. കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരെ വന്നിരുന്നും കൊണ്ട് ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അതിൽ ന്യായീകരിക്കുന്നതാണ് ഈ കമൻ്റ് ഇടുന്നവന്മാർ പൊട്ടന്മാർ, മണ്ടന്മാർ. സുഹാന ഇരുന്ന് പറയുന്നതാണ്. ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് എന്തോ സുഹാനയുടെ അടുത്ത് സ്നേഹം ഉള്ളത് കൊണ്ടാണ് ആ കമൻറ്റുകൾ ഇടുന്നത്. സുഹാന വന്നിരുന്നും കൊണ്ട് ന്യായീകരിക്കുന്നു. അപ്പം സുഹാന വിചാരിച്ചിരിക്കണം, എൻ്റെ ഭർത്താവ് പോയി വേറെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിൽ സുഹാനയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്നാണ് അവിടെ അറിയിക്കണത്. അതൊക്കെ ഉള്ളിനകത്ത് വിഷമമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സുഹാന. പിന്നെ സുഹാന വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയണതല്ലേ. അറിയാം. അതായത് ആളുകൾക്കുള്ള ഒരു മൈൻഡ് എങ്ങനെയാ പറയും, ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് നമ്മളത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി ഡിവോഴ്സ് ആയി എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇതിനെന്താ, ഒരു കല്യാണം കഴിച്ച് എന്തെങ്കിലും ഇഷ്യൂ ആയതിന് ശേഷം വേറെ കല്യാണം കഴിക്കാം, അതിന് കുഴപ്പമില്ല. അയ്യോ, നല്ല കാര്യമാണ് ഇരുന്ന് ബഷീർ പറയണത്. ബഷീർ പറയണ നല്ല കാര്യമാണ് കേട്ടോ. ഡിവോഴ്സ് ആവാതെ ഒരു ഭാര്യയെ വെച്ചോണ്ട് കല്യാണം കഴിച്ച് നിയമപരമായിട്ട് ഒരു ഭാര്യയെ വെച്ചോണ്ടിരിക്കുമ്പോൾ വേറൊരു സ്ത്രീയെ അല്ലെങ്കിൽ പോട്ട് പ്രണയിച്ച എങ്ങനെ ആവട്ടെ, ആ ഭാര്യയുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ ആ ഭാര്യയ്ക്കുണ്ടാകുന്ന വിഷമം അപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം സുഹാനയാണ് ബഷി ഇരിക്കവേ ആ വീട്ടിൽ വേറൊരു പുരുഷനെ കൊണ്ടുവന്ന് താമസിക്കുകയാണെങ്കിൽ ബഷീറിൻ്റെ രംഗം എന്തായിരിക്കും? അതുപോലെ ബഷി മഷൂറായെ കല്യാണം കഴിച്ചു. അപ്പോഴേ മഷൂറ ആയിക്കോട്ടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് സുഹാനയ്ക്ക് എതിർപ്പില്ല എന്നാണ് പറയണത്. എന്നാലും ഉള്ളിൽ വേദനയുണ്ട്, അത് നമുക്കറിയാം. സുഹാനയ്ക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കിടക്കുന്നത്. അത് പലരും പ്രതികരിച്ചിട്ടുണ്ട്, കമൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പോട്ടെ, സുഹാനയെ ഒരുത്തനെ വിളിച്ചുകൊണ്ട് അവിടെ വരണം, ബഷീറിൻ്റെ മുന്നിൽ വന്ന് താമസിക്കുകയാണ്. പിന്നെ മഷൂറായും ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ താമസിക്കുകയാണെങ്കിൽ ബഷീറിൻ്റെ രംഗം എങ്ങനെയിരിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്കണം ഇരുന്ന്.
അതായത് ആ ബന്ധം ഉപേക്ഷിച്ച് പോയി വേറെ കല്യാണം കഴിക്കുന്നതിന് ഒരു ഓക്കെ. അപ്പോഴും ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും അത് ഉപേക്ഷിച്ച് പോയി വേറെ കല്യാണം കഴിക്കല്ലേ. ഇതിപ്പോ ഒരു പെണ്ണിന്റെ മുന്നിൽ വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് വേറെ സ്ത്രീയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ആ ഭാര്യ കാണവേ ഉള്ള ഓരോ രംഗങ്ങൾ അതവർക്ക് താങ്ങാൻ പറ്റുമോ? അത് ഒരു ഭാര്യ ആർക്കും താങ്ങാൻ പറ്റൂല. അതുപോലെ അവനോൻ്റെ സ്വന്തം ഭർത്താവ്, ഒരു പെണ്ണിൻ്റെ സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് ഉള്ള കണക്ഷന് ആരെ കൊണ്ടും അത് താങ്ങാൻ പറ്റൂല. അപ്പോഴേ വിചാരിക്കുക കളഞ്ഞിട്ട് പോകണം എന്നേ വിചാരിക്കുള്ളൂ. ഇവളങ്ങ് അന്ന് സഹിച്ച് കിടന്ന്, അറിയാലോ അവൾ വേറൊരു മതത്തിൽപ്പെട്ടതാണ് ഈ മൂത്ത ഭാര്യ സുഹാന. അപ്പോൾ അവൾക്ക് വേറെ പോവാനൊരു ഇടമില്ല. പിന്നെ കിടന്നേ പറ്റുള്ളൂ. ആദ്യമൊക്കെ ആവുന്നത് പോലെ അവൾ ശ്രമിച്ചു നോക്കി, ഇതിൽ നിന്നും പിന്തിരിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയിട്ട് പക്ഷേ പറ്റൂല. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മഷൂറായ കെട്ടും എന്ന് ഒറ്റ വാക്ക് കൊടുത്തു. പിന്നെ അവൾ സഹി കെട്ട് വിളിച്ചോണ്ട് സഹി കെട്ട് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു, അടിച്ച് സമ്മതിക്കും പോലെ. ഈ പറഞ്ഞ എന്താ പറയാ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളുടെ കൂടെ ജീവിച്ചിട്ടാണ് വേറൊരാളുടെ ഒപ്പം പോണത് അല്ലേ? ഇത് ഇത് ഭാര്യമാരെ അറിയാതെ പോവുമായിരിക്കും. ആണായാലും പെണ്ണായാലും ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് ചിലപ്പോൾ പോവുമായിരിക്കും. ഇതങ്ങനെ അല്ലല്ലോ. ഒരുത്തി കൊണ്ടുവന്നിരുത്തിയിട്ട് വേറൊരു സ്ത്രീ ആ വീട്ടിൽ കൊണ്ടുവരുന്ന രംഗവും അതല്ലേ. ഒരു വീട്ടിലല്ലേ കഴിയണത്. അതുകൊണ്ടാണ് അത് ആരെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അതിന് ന്യായീകരണങ്ങളാണ് ഇവരെയൊക്കെ. അതാണ് ശിക്കാണ്ട് രണ്ട് ഭാര്യമാരെ ഒന്നിച്ച് കൊണ്ടു നടക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? അവര് ആ രണ്ടുപേരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാണ്ട് രണ്ടുപേരെ നന്നായിട്ട് അന്തസ്സായിട്ട് നോക്കി കൊണ്ടു നടക്കുന്നതിന് എന്താ? അത് ശരിയാണല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങി പണ്ട് കപ്പലണ്ടി കച്ചവടം കണ്ട നടത്തി ഈ സൈക്കിളിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്കാണ് സുഹാനയെ കണ്ട് പ്രണയിക്കണത്, സുഹാന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിലുള്ള ബഷീർ അല്ലല്ലോ ഇപ്പം. ബഷീറിന് ഇപ്പം കണ്ടമാന സ്വത്തിൻ്റെ അവകാശിയാണ്. പറയുന്നുണ്ട്, ഞാൻ 5 6 എത്രയോ പ്രോപ്പർട്ടികൾ ഞാൻ വാങ്ങിച്ചു, എൻ്റെ വീട്ടിൽ തൊട്ട് ചേർന്ന് തന്നെ വേറെയും വീടുകൾ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പം ഇഷ്ടം പോലെ ആസ്തിയുണ്ട്. അപ്പം സുഹാനയും വിചാരിക്കുക എന്നാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും കിടക്കാം. ഇനിയിപ്പം എന്തായാലും വേറൊരെണ്ണത്തിനും കൂടെ വിളിച്ചുകൊണ്ട് വന്നില്ലേ, അതുകൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സുഹാനയ്ക്ക് നിവർത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് സുഹാന കിടക്കണം. അതിനെന്തിനാ ആൾക്കാർ ഇത്ര എതിർക്കുന്ന കാര്യം മനസ്സിലായത്? ഹാപ്പി അല്ലെങ്കിൽ ഹാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് സുഹാന പറയുന്നത്. ഹാപ്പി അല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പിന്നെ ഹാപ്പി ആയിട്ട് നിന്നേ പറ്റുള്ളൂ എന്നുള്ളതും അറിയാം. ചില രംഗങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇവർ ടൂർ പോകുമ്പോഴൊക്കെ ഈ സുഹാന ഒറ്റപ്പെട്ട് നിൽക്കണതും അങ്ങനെയൊക്കെ കാണാറുണ്ട്. പിന്നെ ബഷീറും മഷൂറായും അവർ തങ്ങളിൽ ടൂർ പോകുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. സുഹാന വീട്ടിലിരുന്നിട്ട് മഷൂം പോയെന്നും പറഞ്ഞിരുന്ന് കരയണ വീഡിയോയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ എന്താണ് ഇതിനകത്തോണ്ട് ഇവര് ഈ ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ സെക്സ് മാത്രമാണ് ആൾക്കാർ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഈ ആൾക്കാരുടെ മൈൻഡിൽ ഈ കല്യാണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് സെക്സ് അതാണ്. അല്ല, അത് നിങ്ങൾക്കില്ലേ? അത് അങ്ങനെ ഉള്ള ഒരു ഇതിലും ഒരു ഭാര്യയെ മുന്നിൽ വെച്ചിട്ടല്ലേ, ഒരു ഭാര്യയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടല്ലേ ഈ പറഞ്ഞ പ്രവർത്തിക്കും. അപ്പുറത്തോട്ട് പോട്ട് വേറെ റൂമിലായിരുന്നാലും പോണത് അത് നിങ്ങൾക്കില്ലേ? ആ ഒരു പറഞ്ഞ വാക്ക് അപ്പോഴാ ഭാര്യയുടെ മനസ്സിൽ, ആദ്യത്തെ ഭാര്യയുടെ മനസ്സിൽ വേദന ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ ഇസ്ലാം മതത്തിൽ മാത്രം പറയുന്നുണ്ടല്ലോ 4 കെട്ടാം. മറ്റുള്ള മതത്തിലുള്ളവർ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല ഒരു ഭാര്യയെ വിളിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അടുത്ത വേറൊരു പെണ്ണിനെ പ്രണയിച്ച് ആ ഭാര്യയുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. നമ്മളെ ഇസ്ലാം മതത്തിൽ പറയുന്നു ആണുങ്ങൾക്ക് 4 കെട്ടാം എന്ന് പറയുന്നു. എന്നിട്ട് പറയണ് 4നും ഒന്നുപോലെ ചെലവിന് കൊടുക്കാം. ഫോക്കസ് ചെയ്യണം, അല്ലാണ്ട് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, പക്ഷെ സെക്സ് കാര്യങ്ങൾ അതൊന്നും മെയിൻ അല്ലെന്നല്ല. അതൊക്കെ ലൈഫിൽ ഒരു മെയിൻ ഘടകം തന്നെയാണ്. 5-10 മിനിറ്റ് അതൊക്കെ ലൈഫിലെല്ലാം ഉള്ളതാണ്. ഒരു പെണ്ണ് ആ ശ്രേയ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചാണ് അത് പോയത്. ഇവൻ നന്നായി ഉപദ്രവിക്കുമായിരുന്നു. അത് ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തു, അതിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് സുഹാനയ്ക്കും അറിയാമെന്നാണ് പറയുന്നത്. സുഹാന ഉള്ള സമയത്താണ് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വേദനിപ്പിച്ചത്. അത് അവസാനം നിവർത്തികേട് കൊണ്ട് അത് പോയി. പക്ഷെ എന്നാൽ അതിലുപരി ഒരു സമയം ഒരു പരസ്പരം ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് മനസ്സിലാക്കിയുള്ള ആൾക്കാർ ചിന്തിക്കുമ്പോൾ വേറെ രീതിയിലൊക്കെയുള്ള ചിന്താഗതികൾ ആ ഒരു രീതിയിലേക്ക് പോകും.
നിങ്ങൾ എങ്ങനെ പോയിരുന്നാലും ആൾക്കാർക്ക് ഒരു ചിന്താഗതിയില്ല. ചില വീഡിയോകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് സുഹാന വിഷമിച്ചിരിക്കണ്. സുഹാനയുടെ കാര്യം ഓർത്തിട്ടാണ് ആളുകൾ കമൻ്റ് ഇടുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണവരുണ്ട്. അയ്യോ ബഷിക്കാക്ക നാളെ ഇടണേ, നാളെ വീഡിയോ ഇടണേ, പിന്നെ യോ എന്തായി നിങ്ങളെ കഥ എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യണവരുണ്ട്. അവർക്ക് നിങ്ങളെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മഷു എന്തേരിയണ്, സുഹാന എന്തേരിയണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണവരും ഉണ്ട്. നിങ്ങളെ ഈ 2 ഭാര്യമാരെയും ഒരുമിച്ച് കഴിയുമ്പോൾ ആ ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്യണത് കുറച്ച് പേരുണ്ട്. ബഷീർ കാണിച്ചത് നേരെ തിരിച്ചാണെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ പറയണത്. തിരിച്ചാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. പിടിക്കാതെ ഒരു 2-3 ദിവസം അങ്ങനെയായിരുന്നു. റൂമിൽ തന്നെ വെള്ളം പോലും കുടിച്ചില്ല. ദേ ലവ് മീ എ ലോട്ട്. ഞാൻ പറഞ്ഞ പപ്പക്ക് ജീവനാണ്. അത് കണ്ടിട്ടിരിക്കാൻ പറ്റില്ല പപ്പക്ക്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് മഷുവിനെ പപ്പാക്ക് ഭയങ്കര ഇഷ്ടവും അതായത് ബഷിയായിട്ടുള്ള പ്രണയം. ആ പ്രണയത്തിൽ പപ്പയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവർക്ക് എന്ന് പറഞ്ഞാൽ ബഷീറിന് ഒരു കുടുംബം ഉള്ളതല്ലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലല്ലേ ഇങ്ങനെ ആയത്. അപ്പം അതുകൊണ്ട് പപ്പയ്ക്ക് വിഷമം വന്നു എന്നാണ് മഷൂറ പറയണത്. വെള്ളം പോലും കുടിക്കാതെ മഷൂറാകത്തിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഇതാണ് അവർ ഒരു ഇതിൽ ചാനലിൽ വന്ന് പറയുന്നുണ്ട്. ആദ്യമേ ചോദിച്ചത് എന്ത് കണ്ടിട്ടാണ്, എന്താണ് അവൻ ചെയ്തത്, ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. എന്നെ എന്ത് കണ്ടിട്ടാണെന്ന് ചോദിക്കുമ്പം ഭാര്യയുണ്ട്, 2 മക്കളെയും കണ്ടിട്ടാണ് അവർ ഒരു കുടുംബമായിട്ട് കഴിയണം, അല്ലെങ്കിൽ കോടീശ്വരനാണ് എന്നുള്ള ഒരു ഇതായി അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടമാണ് ആൾക്ക്. ഇത് നന്നായിട്ട് നോക്കുന്നത് എനിക്ക് അറിയാവുന്ന. ആയാലും കഥകളൊക്കെ കൊള്ളാം. പിന്നെ മഷൂറ പ്രസവിച്ച് കുട്ടിയെ കൊടുക്കണത് ആരാണ്? എല്ലാവരും അങ്ങനെ തന്നെ. ആദ്യത്തെ ഭാര്യയുടെ കയ്യിലാണ് കുട്ടികളെ കൊടുക്കണത്, ഇങ്ങനെ ഉള്ളവര്. എന്താ പപ്പ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. സുഹാനയുടെ കയ്യിലാണ് കൊച്ചിനെ കൊടുത്തത്. ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ കൊടുത്തത് സുഹാനയുടെ കയ്യിലാണ്. സുഹാനയുടെ ഉള്ളിനകത്ത് ഭയങ്കര പിടപ്പാണ്. അതായത് സുഹാനയിലുണ്ടാകുന്ന കുട്ടിയുടെ ഓർമ്മയാണ് അപ്പോഴും വന്നിട്ടുള്ള. അവൻ അടുത്ത് നിൽക്കുന്നുണ്ട്, നമ്മളെ ബഷീർ അടുത്ത് നിൽക്കുന്നുണ്ട്. സുഹാനയുടെ മനസ്സിൽ ആ ഒരു വിഷമമാണ്. വിങ്ങി കരയുന്നുണ്ട്, വിങ്ങി പൊട്ടി കരയുന്നുണ്ട്. ഇതുപോലെ വേറൊരു ഇതുണ്ട്, വേറൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നെ, ഇവരെ കണ്ടിട്ട് അനുകരിച്ച് വന്ന വേറൊരു സാധനമുണ്ട്. അതാണ് കോമഡി. അത് എല്ലാം കോമഡികൾ തന്നെ. ഇത് കണ്ടതിന് ശേഷമാണ് ഇവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പെണ്ണിനുണ്ടായ അനുഭവം. വല്ലാത്ത അനുഭവമാണ് അത്. ഇതേപോലെ തന്നെ ഇവരും ഇതുപോലെ യവനും പ്രണയിക്കുന്നു. പ്രണയിച്ചതിന് ശേഷം ആ മൂത്ത ഭാര്യയാണെങ്കിൽ അത് അതിനെക്കൊണ്ട് അങ്ങേയറ്റം അത് പറഞ്ഞു നോക്കിയിട്ട് യവൻ വിടാത്തതിൻ്റെ പേരിൽ പിന്നെ എങ്ങനെയെങ്കിലും അവക്കും തിന്നണ്ടേ. സുഹാനയ്ക്കും അങ്ങനെയാണ് സുഹാന എങ്ങനെയാണ് വിചാരിച്ചത്, വല്ല ആഹാരം കഴിച്ച് കിടക്കണമല്ലോ. അപ്പം യവന്മാരെ കൂടെ കിടന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഇവള് സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് ഇവർ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തു. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അവരും വീഡിയോ നിരന്തരം ഇട്ടുകൊണ്ടേയിരുന്നു. അതാണ് ഞാൻ പറയണത്, ഈ മതത്തിൽ മാത്രമേ ഉള്ള ഇങ്ങനെ. ഇവള് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നൈസ പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ മരിക്കും. അനിയായി ഇതേ പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കത്തില്ല, മരിക്കും. എനിക്ക് എൻ്റെ മക്കള് 2 കുഞ്ഞുങ്ങളെ. നൈസ, ഹംസ, അനീഷ, ഇതാണ് ഇവിടെ. ഇത് ഒരു ഹിന്ദു പെൺകൊച്ചായിരുന്നു. ഈ രണ്ടാമത് ഇവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഹിന്ദു. അപ്പം മൂത്തത് അനീഷ. പിന്നെ അതിന് ശേഷമാണ് നൈസ എന്ന് പേര് വിടുന്നത്. ഇതിന് നിവർത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടി അത് സമ്മതിച്ചത്. ഇത് ഒരുപാട് വിഷയം അവിടെ ഉണ്ടാക്കി. എൻ്റെ അനിയാന്, എൻ്റെ നൈസ, ഇവര് 4 ജീവൻ എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ല. നിനക്ക് ആ ഇളയ പെണ്ണിനെ വേണമെന്നും പറഞ്ഞ് നിങ്ങൾ എത്രയും നാൾ പ്രണയിച്ച് നീ അവിടെ ഓഫീസിലങ്ങണ്ട വെച്ച് കണ്ടെന്ന് പറയുന്നത് പ്രണയിച്ച് കൊണ്ട് നടന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെ ചെയ്തത്. അപ്പം ഇവന്മാരൊക്കെ എന്തോന്ന്, ഇവന്മാർ എന്നിട്ട് വന്നിരുന്ന് ഇവരെയൊക്കെ ന്യായീകരിക്കണമെന്നും കാണാം ഓരോരുത്തരും. നല്ലത് തന്നെ എന്നും പറഞ്ഞ് കൈയടിക്കണവർ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഓർത്ത് ആത്മഹത്യ. കാരണം എനിക്ക് എൻ്റെ ഫാമിലി തന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് എല്ലാവരും, കാരണം എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാൻ ആരുടെ പ്രശ്നത്തിലും, എൻ്റെ ബന്ധുക്കാരുടെയും നാട്ടുകാരുടെ എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും. എൻ്റെ മാമന്മാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ അവരൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവരും എന്നെ അതേ കണക്കെന്ന് വെച്ചാൽ ആരുടെ കാര്യത്തിലും ഒരു ഇടനിലക്കാരൻ അല്ല ഒരു മധ്യസ്ഥൻ ചർച്ചയ്ക്ക് എന്നെ കൊണ്ടുപോയി എല്ലാം കൊച്ചിയിലോട്ട്. നമ്മൾ അത്ര നല്ല ഇതായിരുന്നു.
പക്ഷേ ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ ആ മൂത്ത ഭാര്യ, അതായത് അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്, അവൾ ഇരിക്കണ കാണണം തലയും കൊണ്ട്. ഒരു പെണ്ണുങ്ങളെ കൊണ്ടും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റൂല. ഇപ്പം അവർ ഷോർട്സുകൾ ഇടുന്നുണ്ട്, അവർ റീൽസുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഇപ്പോൾ ഒരു കുട്ടിയായി അയാളേതിന് രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന്. ആ കുട്ടിയെ കയ്യിൽ കൊടുക്കുമ്പോഴൊക്കെ ആ മൂത്ത പെങ്കൊച്ച്, മൂത്ത ഭാര്യ വിങ്ങിപ്പൊട്ടയാണ്. പക്ഷേ ആ കുട്ടിയെ ഏറ്റുവാങ്ങണോണ്ടല്ല വിങ്ങിപ്പൊട്ടണത്, അതിൻ്റെ മനസ്സിലെ ആ വിഷമം. സ്വന്തം ഭർത്താവിൻ്റെ കുട്ടിയാണ് വേറൊരു സ്ത്രീയെ കൊണ്ടുവന്ന് അതിലുള്ള കുട്ടി. അതുപോലെ തന്നെയാണ് സുഹാനയും ഇങ്ങിപ്പൊട്ടിയാണ് ആ കുട്ടിയെ വാങ്ങിച്ചത്. അല്ലാതെ എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അതിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടല്ല, ഒരു സന്തോഷം കൊണ്ടല്ല. അവരെ ഉള്ളിനകത്തും ഉണ്ട് ഇതുപോലെയുള്ള വേദനകൾ. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും എൻ്റെ അമ്മാവന്മാരെ പോലെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഇത് വന്ന് പെട്ടെന്ന് ഒരു അവസ്ഥയില്ല. എങ്ങനെ വന്ന് പെട്ടെന്ന് അവസ്ഥ ഇത് അവനറിയാൻ വയ്യെന്ന്. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്. എവള് ഇപ്പം ഈ മൂത്ത ഭാര്യയാണ് വേറൊരുത്തനെ അതിനകത്ത് കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് നിൻ്റെ കൂടെ കൊണ്ടുവന്ന് താമസിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു വീട്ടിൽ നീ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് എവളും ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും രംഗങ്ങൾ? അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. എന്നിട്ട് നല്ല മാന്യന്മാരായിട്ട് പോയിരുന്ന് ഓരോന്നിനെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് പറയും ഞാൻ അത്ര വിഷമിച്ചു, അല്ലെങ്കിൽ നാട്ടുകാരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എവളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോഴേ ഒരു കഷ്ടമാണ്. ആ ഭാര്യയ്ക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. എവക്കും അങ്ങനെ തന്നെ. എവക്കും 2 കുട്ടിയായിരുന്നു. അതായത് യവനിൽ ആ മൂത്ത ഭാര്യയ്ക്ക് 2 കുട്ടിയുണ്ടായിരുന്നു. അപ്പം അതിനെയും കൊണ്ട് അവൾ എങ്ങോട്ട് പോവും? അതുപോലെയാണ് സുഹാനയും ചിന്തിച്ചത്. സുഹാനെ എങ്ങോട്ട് പോവും? അപ്പം മറ്റവരെ കണ്ട് എവരനുകരിച്ച്. ഇനി എവരെ കണ്ട് ആരാണാവോ അനുകരിക്കാൻ പോണത്? ഇതാണ് ഇപ്പോഴത്തെ സ്ഥിരം ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. ഇൻ്റർവ്യൂ കൊടുക്കും, പിന്നെ അതിനുശേഷം യൂട്യൂബ് ചാനൽ എവരും തുടങ്ങി, അതിൽ കൂടെ കാണിക്കുന്ന പേക്കൂത്തുകൾ പിന്നെ ഒന്നും പറയാതിരിക്കണേ നല്ലത്. എവരും നല്ല വരുമാനം ഉണ്ടാക്കി ഇതാ നോക്കിക്കൊള്ളണം അതിൽ കാണിക്കുന്ന കോലങ്ങൾ. പിന്നെ ഇവള് സമ്മതിക്കേണ്ടി വന്നു ഈ കല്യാണത്തിന്. ഇവളെ മറ്റോളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്, എന്നിട്ട് ഇവൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോവാം, ഇല്ലെങ്കിൽ ആ കുട്ടികളെയും കൊണ്ട് ഇവളെന്തോന്ന് ചെയ്യും എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവരെ പേക്കൂത്തുകൾ. 2 പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. 2 ഭാര്യമാർ 2 കപ്പിൽ ചായ ആയിട്ട് വരെയാണ്. ഇന്ന് ആരത് മേടിക്കും എന്നുള്ളതാണ്. അതങ്ങോട്ട് മാറ്റ്, ഇത് വേടിയിര്, ഇത് മാറ്റ്, ഇത് വേടിയിര്. അവർ ഷെയർ ചെയ്യണേണ് എല്ലാ കാര്യത്തിലും. ഇങ്ങനെ തന്നെയാണോ ആവോ ഷെയറിങ്? സമ്മതിച്ചു തരണം. പച്ചയുള്ളൂ. 2 മേടിച്ച് കപ്പിലൊഴിച്ച്. അപ്പം ആർക്കും ഒരു തർക്കവും ഇല്ലല്ലോ. സന്തോഷായി. ഇതൊക്കെയാണ് ജീവിത കഥകൾ. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അവർ സഹിച്ച് കിടക്കുന്നതാണ് ഈ ആദ്യത്തെ ഭാര്യമാർ. പിന്നെ ഈ ബഷീർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സുഹാനയായിട്ട് പോകുന്ന സമയത്ത് സുഹാന ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഇങ്ങനെ പോകുന്നതും അവർ 2 പേരും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നതും ഒക്കെ ചിന്തിക്കാറുണ്ട്. പിന്നെ മിക്കുള്ള കമൻറ്റുകളും വരും സുഹാനയ്ക്ക് ഫുഡ് മതി എന്നും പറഞ്ഞുകൊണ്ട്. അതൊന്നുമല്ല, സുഹാനയ്ക്ക് ഫുഡും വേണം. അതുപോലെ തന്നെ സുഹാന വിചാരിച്ചത് 2 മക്കളും ആയില്ലേ, അവരെ പഠിത്തം ഒന്ന് ആലോചിച്ച് നോക്കണം. അവൾക്ക് അമ്മയെങ്ങാണ്ടെയൊക്കെ ഇല്ല. അവൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ അങ്ങനെയും കണ്ട ജനിച്ച പെൺകുട്ടിയാണ്. അവർ വെറും പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ ഇവൾക്ക് കിടന്നേ പറ്റുള്ളൂ. സുഹാനയ്ക്ക് മഷൂറെ പ്രണയിച്ചവൻ കൊണ്ടുവന്ന്, എന്നിട്ട് കുഴപ്പമില്ലാതെ പോണ് എന്ന് വേണം പറയാൻ. വേറെ വീടുണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ ഇനി അങ്ങോട്ട് പാർപ്പിക്കണമായിരിക്കും, ഇങ്ങോട്ട് പാർപ്പിക്കണമായിരിക്കും. എന്തായാലും ഒരു വീട്ടിൽ അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്
പിന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ടെന്നും എല്ലാവരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒക്കെ പറയുന്നുണ്ട്. ചെറിയ കാര്യം ഇതൊന്നും അല്ല, അവരെ ഇടയിലും കാണും വലിയ വലിയ വിഷയങ്ങൾ കാണും. ഒരു കുടുംബമായിട്ട് ഒറ്റയ്ക്ക് ഒരു ഭാര്യയായിട്ട് കഴിഞ്ഞാൽ പോലും ഒരു കുടുംബത്ത് ഭാര്യയും ഭർത്താവും തങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 2 ഭാര്യമാരെയും കൊണ്ട്? ഇപ്പം യവനും അങ്ങനെ തന്നെ. ഇപ്പം ഈ കാണിച്ച ഹംസ എന്ന് പറയുന്ന യവനും ഇപ്പം വീട് വെച്ചങ്ങാണ്ടേക്ക് താമസമായി. അവൻ്റെ ഭാര്യ ഇതുപോലെ 2ാമത്തോളും പ്രസവിച്ച് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ഓരോ പേക്കൂത്തുകൾ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ഒതുങ്ങുമെന്നൊന്നും തോന്നുന്നില്ല. ഇത് മിക്കവാറും ഇങ്ങനെ നടന്ന് വീണ്ടും ഇതായിരിക്കും അവസ്ഥ. ഇനി വീട്ടിലിരിക്കുന്ന ഈ 2 ഭാര്യമാർ വെച്ചോണ്ടിരിക്കുന്ന ആ 2 ഭാര്യമാർക്കും ഇനി കണ്ണീരൊഴുക്കി നടക്കേണ്ട അവസ്ഥകൾ വരും. മിക്കവാറും ഈ നടന്ന് കെട്ടേണ്ട ഒരു അവസ്ഥ വരും. ഹംസ പറയുന്നുണ്ട് ഹംസയ്ക്ക് അത്രയ്ക്ക് വിഷമം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിഷമമുള്ള മുട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ ആർക്കും ഇങ്ങനത്തെ അവസ്ഥകളൊന്നും വരാതിരിക്കട്ടെ. ഇതിലും ഭേദം ബന്ധം ഒഴിഞ്ഞു പോണതായിരുന്നു നല്ലത്. ഇത് 2 പെണ്ണുങ്ങൾക്കും ഒരു നിവർത്തിയില്ലാത്തതിൻ്റെ പേരിൽ ആദ്യത്തെ 2 ഭാര്യമാർ, 2 കുടുംബത്തിലുള്ള 2 ഭാര്യമാർക്കും അങ്ങനെ കിടക്കേണ്ട ഒരു ഗതികേട് വന്നു. പിന്നെ അവർക്കൊന്നും പറയാനും പറ്റൂല, ഇട്ടെറിഞ്ഞ് പോവാനും പറ്റണില്ല. 2 പേർക്കും ഈ 2 മക്കളുമായി 2 കുടുംബത്തിലും. ഇതാണ് അവരൊക്കെ അവസ്ഥ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ ആവോ.